ആ ഈ പുതിയ ഇൻഡെപ്ത് അനാലിസിസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, എന്നാൽ ഇന്നത്തെ കാലത്ത് ഏതൊരു പ്രൊഫഷണലിനും അത്യാവശ്യമായ ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. തീർച്ചയായും. നമ്മുടെ ഇന്നത്തെ ഫോക്കസ് എന്ന് പറയുന്നത് യൂണിറ്റ് 6 സമ്മറിയും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. ടോപ്പിക്ക് ബിൽഡിംഗ് എ പേഴ്സണൽ ബ്രാൻഡ്, ഐഡന്റിറ്റി ആൻഡ് എവല്യൂഷൻ സ്ട്രാറ്റജി. അതായത് ഈ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങൾ എങ്ങനെ ഒരു പ്രോഡക്റ്റായി മാറുന്നു എന്നും അതെ, ഒരു മികച്ച പേഴ്സണൽ ബ്രാൻഡ് വഴി നിങ്ങൾക്ക് എങ്ങനെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിച്ചെടുക്കാം എന്നുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ സോഴ്സ് മെറ്റീരിയലിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു ഓപ്ഷനല്ല, ഇന്നത്തെ കാലത്ത് ഇതൊരു നെസസിറ്റിയാണ് എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ വിഷയം നമ്മൾ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഈസ്, ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നത് പണ്ട് അഡ്വർടൈസിംഗ് മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു. ശരിയാണ്, മാർക്കറ്റിംഗ് സൈഡിൽ മാത്രം. അതെ, അതായത് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു യുണീക്ക് ഐഡന്റിറ്റി നൽകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം, ബ്രാൻഡുകൾക്ക് ലോഗോയും ടാഗ്ലൈനും ഉള്ളതുപോലെ. എന്നാൽ ഇന്നത്തെ കോമ്പറ്റിറ്റീവ് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിൽ ആ ഒരു കൺസെപ്റ്റ് പൂർണ്ണമായും മാറിമറിഞ്ഞു. ഇന്ന് വ്യക്തികൾക്കും സ്വന്തമായൊരു ബ്രാൻഡ് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധ പിടിച്ചുപറ്റാൻ മത്സരിക്കുന്ന ഈ ഇന്റർനെറ്റ് കാലത്ത് നിങ്ങൾക്കായി സ്വന്തമായൊരു സ്പേസ്, അതായത് സ്വയം കാർവ് ഔട്ട് സ്പേസ് ചെയ്യാൻ, നിങ്ങളുടെ ഫീൽഡിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഇത് എത്രത്തോളം സഹായിക്കുന്നു എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. എനിക്കിവിടെ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് ആയി മാറേണ്ടതുണ്ട്. ഓക്കെ, ചോദിച്ചോളൂ. സാധാരണ ആളുകൾ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വളരെ ഫേക്കായ, ക്യൂറേറ്റ് ചെയ്യപ്പെട്ട ഇൻസ്റ്റാഗ്രാം ലൈഫുകളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ച് മറ്റാരോ ആണെന്ന് അഭിനയിച്ച് ആളുകളെ പറ്റിക്കുന്നൊരു പരിപാടി. അതാണോ ശരിക്കും നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ ബ്രാൻഡിംഗ്? അതൊരു വളരെ കോമണായ തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ യഥാർത്ഥ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നത് ഇതിന്റെ നേരെ വിപരീതമാണ്. അതൊരിക്കലും നിങ്ങളില്ലാത്തൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കലല്ല. അപ്പൊ പിന്നെ എന്താണ്? മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ, അതായത് നിങ്ങളുടെ ഓത്തന്റിക് സെൽഫിന്റെ ഏറ്റവും മികച്ച ഭാഗങ്ങളെ മാഗ്നിഫൈ ചെയ്ത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ്. ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു, അതായത് വാട്ട് യു സ്റ്റാൻഡ് ഫോർ എന്ന് കൃത്യമായി നിർവചിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണിത്. നിങ്ങളുടെ സ്കിൽസ്, വാല്യൂസ്, പിന്നെ നിങ്ങളുടെ പക്കലുള്ള എക്സ്പീരിയൻസസ് എന്നിവയുടെയെല്ലാം ഒരു കൃത്യമായ കോമ്പിനേഷൻ. ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പബ്ലിക് സ്പീക്കേഴ്സിനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോ മാത്രം ആവശ്യമുള്ള ഒന്നാണിതെന്നാണ്. അതെ, അവർക്കത് അത്യാവശ്യമാണ്. അവർക്ക് അവരുടെ ടാർഗറ്റ് ഓഡിയൻസിന് മുൻപിൽ തങ്ങളെ തന്നെ സെൽ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഡേറ്റയും ഇന്നത്തെ കോർപ്പറേറ്റ് ട്രെൻഡുകളും നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു മിഡ് ലെവൽ കോർപ്പറേറ്റ് മാനേജർക്ക് പോലും സ്വന്തമായി ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഡിജിറ്റൽ ഐഡന്റിറ്റി ഇല്ലെങ്കിൽ പ്രൊമോഷനുകളും പുതിയ അവസരങ്ങളും നഷ്ടപ്പെടുന്നു എന്നാണ്. 100%. നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന ആളായാലും ബിസിനസ് ചെയ്യുന്ന ആളായാലും നിങ്ങളെക്കുറിച്ച് ഗൂഗിളിൽ തിരയുമ്പോൾ എന്ത് റിസൾട്ട് വരുന്നു എന്നത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കും. അവിടെയാണ് ഈ ഓത്തന്റിക് ബ്രാൻഡിങ്ങിന്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എക്സാക്ട്ലി. റിസർച്ചുകൾ കാണിക്കുന്നത് കൃത്യമായ ഒരു പേഴ്സണൽ ബ്രാൻഡുള്ളത് പ്രധാനമായും 4 വലിയ മാറ്റങ്ങൾ അഥവാ ബെനിഫിറ്റ്സ് ഒരാളുടെ കരിയറിൽ കൊണ്ടുവരുന്നുവെന്നാണ്. അതിലേറ്റവും ആദ്യത്തേത്, ഒരുപക്ഷേ ഏറ്റവും പവർഫുള്ളായ കാര്യം, ക്രെഡിബിലിറ്റിയാണ്. അതെ, ക്രെഡിബിലിറ്റി. ഈ സോഴ്സ് മെറ്റീരിയൽ വായിച്ചപ്പോൾ എനിക്കും അത് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. നിങ്ങൾ നിങ്ങളുടെ സ്കിൽസും നോളജും പബ്ലിക്കായി ഷോക്കേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് നിങ്ങളിലുള്ള ട്രസ്റ്റ് വർദ്ധിക്കുന്നു. തീർച്ചയായും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിയിലേക്ക് ഒരു കൺസൾട്ടന്റിനെ ഹയർ ചെയ്യാൻ നോക്കുകയാണെന്ന് കരുതുക. ഒരാളുടെ കയ്യിൽ വെറുമൊരു റെസ്യൂമെ മാത്രമേയുള്ളൂ. രണ്ടാമത്തെ ആളുടെ കയ്യിൽ റെസ്യൂമെ മാത്രമല്ല, അവർ അവരുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് എഴുതിയ ആർട്ടിക്കിളുകൾ, ലിങ്ക്ഡിൻ പോസ്റ്റുകൾ, അവരുടേതായ ഒരു ബ്രാൻഡ് വോയിസ് എന്നിവയുമുണ്ട്. സ്വാഭാവികമായും നമ്മൾ രണ്ടാമത്തെ ആളെ കൂടുതൽ റിലയബിളായി കാണും. കൃത്യമായ ഉദാഹരണം. ആ ക്രെഡിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റിലേക്ക് നമ്മൾ എത്തും. അതാണ് യുണീക്നെസ്. നിങ്ങളുടെ ഫീൽഡിൽ ഒരേ സ്കിൽസ് ഉള്ള ഒരുപാട് പേരുണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് മാനേജറുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ ഒരുപാട് മാനേജർമാരുണ്ട്. അവരിൽ നിന്നും നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ഫ്രം പിയേഴ്സ് ചെയ്യാൻ സഹായിക്കുന്നത് നിങ്ങളുടെ ഈ ബ്രാൻഡാണ്. നിങ്ങളുടെ ആ ഒരു പ്രത്യേകത, നിങ്ങളുടെ ആ പേഴ്സണൽ ഫ്ലേവറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്.
എന്നതിൽ എനിക്ക് തോന്നുന്നത് ഈ യുണീക്നെസ് വെറുതെ നിർത്താൻ കഴിയില്ല. അതിൽ നിന്നും മൂന്നാമത്തെ ബെനിഫിറ്റായ ഇംപ്രഷനിലേക്ക് നമ്മൾ എത്തണം. ഒരു സ്ട്രോങ് ബ്രാൻഡ് എപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ലോസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അതെ, മെമ്മറബിൾ ആകുന്നു. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയാലും ആളുകൾ നിങ്ങളെ എളുപ്പത്തിൽ മറന്നുപോകില്ല. കാരണം നിങ്ങളുടെ ഐഡന്റിറ്റി അവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. അതുതന്നെയാണ് നടക്കുന്നത്. ഈ ക്രെഡിബിലിറ്റി, യുണീക്നെസ്, ഇംപ്രഷൻ എന്നിവയെല്ലാം കൂടി ചേർന്ന് നാലാമത്തേതും ഏറ്റവും ഡീപ്പായുള്ളതുമായ ഒരു ബെനിഫിറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നു: കണക്ഷൻ. ഒരു ബ്രാൻഡിന്റെ ഏറ്റവും വലിയ വിജയമാണ് നിങ്ങളുടെ തോട്ട്സും ഐഡിയാസും ആയി വളരെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും അവർക്ക് സാധിക്കും. ഇത് വെറുമൊരു പ്രൊഫഷണൽ ബന്ധത്തിനപ്പുറം അവർക്ക് നിങ്ങളോടൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ളതുപോലെ തോന്നിപ്പിക്കും. ഈ 4 ബെനിഫിറ്റ്സ് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ വലിയൊരു പ്രാക്ടിക്കൽ ചോദ്യം വരുന്നുണ്ട്. ഇത്രയും വലിയ ഗുണങ്ങളുള്ള ഈ പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെയാണ് നമ്മൾ പൂജ്യത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതൊരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ലല്ലോ. അല്ല, ഒരിക്കലുമല്ല. ഈ അനാലിസിസിൽ ഇതിനായി വളരെ കൃത്യമായ 5 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് വിശദമായി നോക്കാം. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് റിഫ്ലക്റ്റ് എന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൽ വെറുതെ ഇരുന്ന് ചിന്തിക്കുക മാത്രമല്ല, വളരെ ഡീപ്പായി നമ്മളെ തന്നെ ഒന്ന് ഓഡിറ്റ് ചെയ്യുക കൂടിയാണ് വേണ്ടത്. അതെ, ആഴത്തിലുള്ളയൊരു ആത്മപരിശോധനയാണ് റിഫ്ലക്റ്റ്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അഥവാ ഗോൾസ് എന്താണ്? അതുപോലെ ഈ ലോകത്തിന് നൽകാൻ നിങ്ങളുടെ പക്കൽ എന്താണുള്ളത് എന്ന് സ്വയം ചിന്തിക്കാൻ സമയം കണ്ടെത്തുക. പലപ്പോഴും ആളുകൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നേരെ സോഷ്യൽ മീഡിയയിൽ പോയി എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതൊരു വലിയ അബദ്ധമാണ്. വളരെ വലിയ അബദ്ധമാണ്. നിങ്ങൾ ഇതുവരെ എന്തൊക്കെ നേടിയിട്ടുണ്ട്? നിങ്ങളുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണ്? മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ആദ്യ പടി. അതായത് ഒരു ഫൗണ്ടേഷൻ ഇടുക എന്ന് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിഫൈൻ ആൻഡ് മേക്ക് ഇറ്റ് യുണീക്ക് എന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഗോളുകൾ കണ്ടുപിടിച്ചു, എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ ഫീൽഡിലുള്ള ബാക്കി ആളുകൾക്കും ഇതേ സ്കിൽസ് തന്നെ ഉണ്ടാകാം. അതെ, കോമ്പറ്റീഷൻ ഉണ്ടാകും. അവിടെ ഞാൻ എങ്ങനെ വ്യത്യസ്തനാകും? അവിടെയാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പ്രസക്തി. എന്റെ ഐഡിയകളിലേക്ക് എന്റേതായ ഒരു പേഴ്സണൽ ഫ്ലേവർ ചേർക്കേണ്ടതുണ്ട്. ആ പേഴ്സണൽ ഫ്ലേവറാണ് നിങ്ങളുടെ സിഗ്നേച്ചർ. ചിലർക്ക് വളരെ ഹ്യൂമറസ് ആയി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും. ചിലർക്ക് ഡേറ്റ ഉപയോഗിച്ച് വളരെ അനലിറ്റിക്കലായി സംസാരിക്കാൻ കഴിയും. നിങ്ങളുടെ ആ നാച്ചുറൽ സ്റ്റൈൽ എന്താണോ അത് കണ്ടെത്തുകയും ആ ഫ്ലേവർ ചേർത്ത് നിങ്ങളുടെ പ്രൊഫൈലിനെ പുതിയതും വ്യത്യസ്തവുമാക്കുക എന്നതാണ് ഡിഫൈൻ ആൻഡ് മേക്ക് ഇറ്റ് യുണീക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൈസ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ക്രിയേറ്റ് എന്നതാണ്. ചിന്തകളും ഐഡിയകളും നമ്മുടെ മനസ്സിൽ മാത്രമിരുന്നാൽ പോരല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തണം. അതിനായി ഡിജിറ്റൽ അസറ്റ്സ് നിർമ്മിക്കുക എന്നതാണ് ഈ ഘട്ടം. ഇവിടെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഈ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുമൊരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നതിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? അതോ ഇതിന് കുറച്ചുകൂടി ഡീപ്പായ അർത്ഥമുണ്ടോ? തീർച്ചയായും. ഇത് വെറുമൊരു ഇൻസ്റ്റഗ്രാം പേജിൽ ഒതുങ്ങുന്ന കാര്യമല്ല. സോഷ്യൽ മീഡിയ എന്നത് നമ്മൾ വാടകയ്ക്കെടുക്കുന്ന ഒരു സ്പേസ് പോലെയാണ്. അവിടുത്തെ ആൽഗോരിതം മാറിയാൽ നമ്മുടെ റീച്ച് പോകും. എന്നാൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സ്പേസ്. അതെ, വളരെ പ്രൊഫഷണലായ ഫോട്ടോഗ്രാഫ്സ്, നിങ്ങളുടെ സ്വന്തം പേരിലുള്ള ഒരു ഡൊമൈനിൽ പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണൽ വെബ്സൈറ്റ്, നിങ്ങൾ റെഗുലറായി അയക്കുന്ന ഒരു ഇമെയിൽ ന്യൂസ് ലെറ്റർ, പിന്നെ ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസ്റ്റിങ്ക്ട് സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നിവയെല്ലാം ഇതിൽ വരും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിന് ഇന്റർനെറ്റിൽ ഒരു കൃത്യമായ രൂപം നൽകുക എന്നതാണ് ഈ ക്രിയേറ്റ് എന്ന സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്തു, ഡിജിറ്റൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നാലാമത്തെ സ്റ്റെപ്പ് കണക്ട് എന്നതാണ്. ഇതിനർത്ഥം ഈ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം എന്നാണ്. നിങ്ങളുടെ വർക്ക് മാത്രമല്ല, നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ളവരുടെ മികച്ച വർക്കുകളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ശരിയാണ്, അതൊരു കമ്മ്യൂണിറ്റി അപ്രോച്ചാണ്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴുള്ള നെറ്റ്വർക്കിലെ ആളുകളുമായും അതുപോലെ പുതിയ ആളുകളുമായും നെറ്റ്വർക്ക് ചെയ്യുക. എന്ത് ഫീഡ്ബാക്ക് കിട്ടിയാലും അതിനോട് വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുക. ഇതൊരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ലൂപ്പാണ്. പക്ഷേ ഒരു കരിയറിനെ ഡിഫൈൻ ചെയ്യുന്നതുമായ സ്റ്റെപ്പിലേക്ക് വരുന്നത് ഇവോൾവ്. ഒരു ബ്രാൻഡ് ഉണ്ടാക്കി കുറച്ച് പോസ്റ്റുകളിട്ട് അവിടെ നിർത്താൻ കഴിയില്ല.
അതിനെ നിരന്തരം ഇവാലുവേറ്റ് ചെയ്യണം. കാലത്തിനനുസരിച്ച് നിങ്ങളുടെ ബ്രാൻഡിന് ഒരു മേക്ക് ഓവർ നൽകാനോ അല്ലെങ്കിൽ മികച്ച എക്സ്പോഷറിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മാറ്റാനോ ഒക്കെ നിങ്ങൾ തയ്യാറാവണം. ആ ഇവോൾവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. ഇതിനെ വേണമെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി കമ്പയർ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ എത്ര വില കൂടിയതാണെങ്കിലും 2018 ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്പുകൾ മുഴുവൻ ക്രാഷ് ആവും, ഫോൺ സ്ലോ ആവും. എക്സാക്ട്ലി. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡും. നിങ്ങൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇറലവൻ്റ് ആയി പോകും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മാറാനുമുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ലോങ് ടേം സക്സസിന്റെ ഏറ്റവും വലിയ താക്കോൽ. അതൊരു ഗംഭീര അനലോഗിയാണ്. ആ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് പോലെ തന്നെയാണ് ഡിജിറ്റൽ സ്പേസും. ഹിയേഴ്സ് വെയർ ഇറ്റ് ഗെറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രായോഗികമായി ഒരാളുടെ സോഷ്യൽ മീഡിയ റീച്ച് വർദ്ധിപ്പിക്കുന്നതെന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഈ അനാലിസിസിൽ അക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കോടിക്കണക്കിന് ആളുകളുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും നിങ്ങൾ എങ്ങനെ വേറിട്ട് നിൽക്കുമെന്നതിന്റെ ഉത്തരം നിങ്ങളുടെ ബ്രാൻഡ് എവല്യൂഷനിലാണ്. സത്യത്തിലൊരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെയാണ് ആ റീച്ച് ഓർഗാനിക്കായി വർദ്ധിപ്പിക്കുന്നത്? നമ്മൾ പണം കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിനപ്പുറം എങ്ങനെയാണ് ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? നിങ്ങൾ ആളുകൾക്ക് കൂടുതൽ ഐഡന്റിഫയബിളും മെമ്മറബിളും ആകുന്നു. നിങ്ങളുടെ ആ യുണീക്നെസ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ വേറിട്ട് നിർത്തുന്നു. നിങ്ങൾ സംസാരിക്കുന്ന വിഷയവുമായി അല്ലെങ്കിൽ നിങ്ങളുടെ സന്ദേശവുമായി റെസനേറ്റ് ചെയ്യുന്ന ആളുകളെ ഈ ബ്രാൻഡ് കാന്തം പോലെ ആകർഷിക്കുന്നു. അങ്ങനെ വെറുതെ സ്ക്രോള് ചെയ്തു പോകുന്ന കാഷ്വൽ വ്യൂവേഴ്സ് നിങ്ങളുടെ വിശ്വസ്തരായ ലോയൽ ഫോളോവേഴ്സായി മാറുന്നു. ആ ഒരു ഡീപ്പ് കണക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായും അവർ നിങ്ങളുടെ കണ്ടന്റ് ഷെയർ ചെയ്യാനും നിങ്ങളുടെ പോസ്റ്റുകളിൽ എൻഗേജ് ചെയ്യാനും മറ്റുള്ളവർക്ക് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങും. അത് അൽഗോരിതത്തിന് വലിയൊരു സിഗ്നൽ നൽകുകയും നിങ്ങളുടെ റീച്ച് ഓർഗാനിക്കായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എക്സാക്ട്ലി. അവിടെ വർക്ക് ചെയ്യുന്നത് വെറുമൊരു സ്ട്രാറ്റജി അല്ല, ആ ഒഥന്റിക് കണക്ഷനാണ്. ആളുകൾക്ക് നിങ്ങളുടെ ചിന്തകളോട് റിലേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ അവർ ആഗ്രഹിക്കുന്നു. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? ഇതെല്ലാം കൂടി എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഈ സോഴ്സുകളിലെ ഒരു പ്രധാന ഭാഗം ഫോക്കസ് ചെയ്യുന്നത് പ്രസന്റർ ഓൺ ഡിമാൻഡ് എന്നൊരു കോൺസെപ്റ്റിലാണ്. ഒരു സ്ട്രോങ് ബ്രാൻഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരെ, ഒരു എക്സ്പെർട്ടായി നിന്നാൽ പോരെ. എന്തിനാണ് ഈ പ്രസന്റർ ഓൺ ഡിമാൻഡ് ആകാൻ വേണ്ടി നമ്മൾ നിരന്തരം ഇവോൾവ് ചെയ്യുന്നത്? ഇഫ് വി കണക്ട് ദിസ് ടു ദ ബിഗർ പിക്ചർ, നമ്മൾ ജീവിക്കുന്നത് വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയ ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. ഇവിടെ ട്രെൻഡുകൾ മാറി മറിയാൻ ദിവസങ്ങൾ പോലുമല്ല, നിമിഷങ്ങൾ മതി. ഈ ലോകത്ത് ഒരു ടെമ്പററി ട്രെൻഡിൽ നിന്നും ലാസ്റ്റിംഗ് കരിയറിനെ വേർതിരിക്കുന്നത് ഈ ഇവല്യൂഷനാണ്. ആർക്കും പെട്ടെന്നൊരു വൈറൽ വീഡിയോ വഴിയോ ഒരു കോൺട്രവേഴ്സി വഴിയോ ഫേമസ് ആകാം. അതൊരു ടെമ്പററി ട്രെൻഡാണ്, അത് നാളെ അവസാനിക്കും. ശരിയാണ്. എന്നാൽ വർഷങ്ങളോളം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാൻ, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നാളുകൾ തിരയുന്ന ഒരു സോർട്ട് ആഫ്റ്റർ പ്രസന്റർ ആകാൻ ഈ എവല്യൂഷൻ നിർബന്ധമാണ്. അതായത് നമ്മൾ നേരത്തെ വിശദീകരിച്ച റിഫ്ലക്റ്റ്, ഡിഫൈൻ, ക്രിയേറ്റ്, കണക്ട് എന്നീ ആദ്യത്തെ 4 സ്റ്റെപ്പുകൾ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ നൽകുകയും ആളുകൾക്കിടയിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതൊരു തുടക്കം മാത്രമാണ്, ഒരു ലോഞ്ചിങ് പാഡ് പോലെ. എന്നാൽ ആ 5ാമത്തെ സ്റ്റെപ്പായ ഇവോൾവ് ആണ് ഒരു വ്യക്തിയെ ശരിക്കും ഇൻ ഡിമാൻഡുള്ളൊരു പ്രൊഫഷണലാക്കി മാറ്റുന്നത്. അതെ, അതിന് പ്രധാന കാരണം ഈ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ഒരിടത്ത് നിൽക്കുന്നില്ല എന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. നമ്മൾ എപ്പോഴും അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നലെ വരെ ബ്ലോഗുകൾ വായിച്ചിരുന്ന ആളുകൾ ഇന്ന് ഷോർട്ട് വീഡിയോകൾ കാണുന്നു. നാളെ ഒരുപക്ഷെ അവർ AI ജനറേറ്റഡ് ആയ ഇന്ററാക്റ്റീവ് പോഡ്കാസ്റ്റുകളിലേക്ക് മാറിയേക്കാം. പുതിയ പ്ലാറ്റ്ഫോമുകളും പുതിയ കമ്മ്യൂണിറ്റീസും ഉണ്ടാകുമ്പോൾ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കണ്ടന്റിലും പ്രസന്റേഷൻ സ്റ്റൈലിലും ഷിഫ്റ്റ് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവണം. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ അറിവ് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുക എന്നത്. നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ മാത്രം വെച്ച് സംസാരിച്ചാൽ അത് ആളുകൾക്ക് ബോറടിക്കും. ജനറൽ നോളജും കറന്റ് ഇവൻസും എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻഡസ്ട്രിയിലെ പുതിയ മാറ്റങ്ങൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം എപ്പോഴും സക്സസ് ആവണമെന്നില്ലല്ലോ. ഇല്ല, തീർച്ചയായും ഫെയിലിയേഴ്സ് ഉണ്ടാകും. ചില പോസ്റ്റുകൾ വർക്കാവില്ല, ചില സ്ട്രാറ്റജികൾ ഫ്ലോപ്പ് ആകും. ആ ഫെയിലിയേഴ്സിൽ നിന്നും പഠിക്കുക. നമ്മളുടെ ഇമേജ് നിരന്തരം റിഫൈൻ ചെയ്യുക. ഓരോ വിഷയത്തിലും പുതിയ ആംഗിൾസ് കണ്ടെത്തുക. ഇതെല്ലാം ഈ എവല്യൂഷന്റെ ഭാഗമാണ്.
ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ടന്റ് എപ്പോഴും നോവലും ഫ്രഷുമായി നിലനിൽക്കുന്നത്. നിങ്ങളുടെ ഫോളോവേഴ്സിന് നിങ്ങളിൽ നിന്നും എപ്പോഴും പുതിയ എന്തെങ്കിലും ലഭിക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഈ മാറുന്ന സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾ എപ്പോഴും റെലവന്റും ഇൻ ഡിമാൻഡുമായി തുടരുന്നു. നിങ്ങളുടെ വോയിസിന് ഒരു വാല്യൂ ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഒരു പ്രസന്റ് ഓൺ ഡിമാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന എന്നാൽ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണത്. നമ്മളിന്ന് ഈ ഡീപ് ഡൈവിലൂടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ വിവിധ തലങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: ഈ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോഡക്റ്റ്. അതെ, നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം, നിങ്ങളുടെ ആ ഓഥന്റിക് സെൽഫ് തന്നെയാണോ നിങ്ങൾ ഈ ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ ഡിജിറ്റൽ പ്രൊഫൈലുകളിൽ അവതരിപ്പിക്കുന്നത്? അതോ മറ്റാരെയെങ്കിലും അനുകരിക്കുകയാണോ? ഈ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ 5 സ്റ്റെപ്പുകൾ — റിഫ്ലക്റ്റ്, ഡിഫൈൻ, ക്രിയേറ്റ്, കണക്ട്, ഇവോൾവ് — നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിക്കുക. തീർച്ചയായും. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് അവസാനമായി ഒരു ചിന്ത പങ്കുവയ്ക്കാനുണ്ട്. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ഇന്റർനെറ്റിൽ നിന്നും നിങ്ങളുടെ ഇപ്പോഴുള്ള പേഴ്സണൽ ബ്രാൻഡ് പൂർണ്ണമായും മായ്ക്കപ്പെട്ടാൽ, അതായത് നിങ്ങളുടെ പ്രൊഫൈലുകൾ, ഫോളോവേഴ്സ്, വെബ്സൈറ്റ് എല്ലാം പൂർണ്ണമായും ഇറേസ്ഡ് ആയി പോയാൽ, 0-ൽ നിന്നും അത് വീണ്ടും പടുത്തുയർത്താൻ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ആ ആദ്യത്തെ ഡിജിറ്റൽ അസറ്റ് എന്തായിരിക്കും? എന്ത് കോർ വാല്യൂ ആയിരിക്കും നിങ്ങൾ ആദ്യം ലോകത്തോട് വിളിച്ചു പറയാ? നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന് കണ്ടെത്താൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കും. വാവ്, അതൊരു ഗംഭീര തോട്ട് എക്സ്പെരിമെന്റ് ആണ്. നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയ ഐഡന്റിറ്റി എന്താണെന്ന് കണ്ടെത്താൻ ഇതിലും മികച്ചൊരു ചോദ്യമില്ല. ആ ഒരു ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനും ഉത്തരം കണ്ടെത്താനും വിട്ടുതരികയാണ്. ഈ ഇൻഡെപ്ത് അനാലിസിസിൽ ഇത്രയും നേരം പങ്കെടുത്തതിന്, ഈ ചർച്ചയുടെ ഭാഗമായതിന് നിങ്ങൾക്ക് വലിയൊരു നന്ദി. ഈ പുതിയ അറിവുകളുമായി മുന്നോട്ടു പോവുക, നിങ്ങളുടേതായ ഒരു മികച്ച ഒത്തന്റിക്കായ പേഴ്സണൽ ബ്രാൻഡ് വാർത്തെടുക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.